ഫസ്റ്റ് സർവീസിൽ ഓയിൽ ചേഞ്ചാണ് മെയിൻ. ഓയിൽ ചേഞ്ച് ഞാനിപ്പോൾ GT എന്ന് പറഞ്ഞ ഇവരുടെ ഒരു വേർഷൻ ഓയിലുണ്ട്. അത് അതിൻ്റെ പേര് ഒരു സിന്തറ്റിക് ഓയിലാണ്. സാധാരണ എമലൂബിൻ്റെ ഓയിലെന്ന് പറയുന്നതിനേക്കാളും അതുകൊണ്ട് 700 rupees കോസ്റ്റ്. പക്ഷേ ഇതിന് 1200, ഇരട്ടി വിലയാണ്. അപ്പോൾ അത്രയും നമ്മൾ ഇരട്ടി പേ ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അത് എൻജിൻ സ്മൂത്ത്നെസ്സിലും അതുപോലെ ഫ്രിക്ഷൻ ബേസ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ അതൊരു പെർഫോമൻസിൽ കിട്ടും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട്. എൻജിൻ ഭയങ്കര സ്മൂത്തായി. അല്ലാതെ തന്നെ എൻജിൻ നല്ല സ്മൂത്താണ്. അതിനോടൊപ്പം കുറച്ചും കൂടെ ആ ഒരു സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ളൊരു ശരിക്കും സ്പോർട്ടി കൈൻഡ് ഓഫ് എൻജിൻസിന് യൂസ് ചെയ്യുന്ന ഓയിലാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അധികം അങ്ങോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതായത് നേരത്തെ ഞാനിങ്ങനെ കറക്റ്റ് ഗിയേഴ്സിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 5-6 ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിധമുള്ള റോഡ്സിലൊക്കെ ഇതിപ്പോൾ എൻ്റെ നാട്ടിലുള്ള ലോക്കൽ റോഡിലാണ്. ഇവിടെ പോലും എനിക്ക് 5-6 ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. നേരത്തെ ഞാൻ 6 ഇടത്തില്ലായിരുന്നു. 6 ഇടത്തൊക്കെ ഒരു കണ്ടീഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു എഞ്ചിൻ നോക്കിങ് ഫീൽ ചെയ്യുമായിരുന്നു. ഞാനങ്ങനെ നോക്ക് ചെയ്യുന്നേരെ ഒരു ഇത് കൊടുക്കത്തില്ല, എഞ്ചിൻ ആ സ്ട്രെയിൻ കൊടുക്കത്തില്ല. അതിന് മുമ്പേ ഞാൻ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 5th ഗിയർ വരെ മതി ഇവിടുത്തെ റോഡ്സിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ആയിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 5th ഗിയറിൽ ഇങ്ങനെ നോർമലി ക്രൂസ് ചെയ്യുക. അതായത് ഒരു 35 to 40, 45, 50 അറൗണ്ട് വരെ 5th ഗിയറിൽ ഇങ്ങനെ ക്രൂസ് ചെയ്യുക. എന്നിട്ടൊരു 60 കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻസ് ഒരു സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് നല്ല ക്ലിയർ റോഡാണ്. മെയിൻ അഡ്വാൻറ്റേജ് ഒത്തിരി ഒന്ന് വണ്ടി ഓടിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ 5-6 ഇങ്ങനെ മാറി മാറി ഓടിച്ചാൽ മതി. എന്നാലും നല്ല സ്ലോയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 6th ഇട്ടിട്ട് ഞാനൊരു 60 above ക്രോസ് ചെയ്തിട്ടില്ല. 60ക്ക് അകം വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വണ്ടി. നല്ല സ്മൂത്താണ്, എൻജിന് നോക്കിംഗ് ഒന്നുമില്ല. അതാണ് ഈ ഒരു ഓയിലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ നിങ്ങളും XSR യൂസർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്